അതെ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ശരി. നീ ഒരു കാര്യം ചെയ്യാൻ ആ റെക്കോർഡേ എനിക്കൊന്ന് അയച്ചു വിടൂ കേട്ടാ. ആ, എനിക്കൊന്ന് വയ്യ അതോട് ചോദിക്കാം. നീ അയച്ചു വിട്ടാ മതി. എനിക്കിന്ന് കോളേജില്ലേ? നേരെ 8 മണിയായല്ലോ. കുളിച്ച് റെഡിയാവുന്നൊന്നുമില്ലേ? ഇല്ല, അന്ന് പോണില്ല. അതാ പോണില്ലേ? അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാണ്. എന്നാ പിന്നെ ഇന്നലെ തന്നെ എനിക്ക് എന്നെ കൊണ്ട് പറയായിരുന്നു. ഇന്നത്തിരിയും കൂടി ഞാൻ കടന്നിട്ടുണ്ടാവും. തലവേദനയായിട്ട് എനിക്ക് ചോറ് കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ എണീറ്റത്. ചോറും കൂട്ടാനും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നീ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കൂടി കടന്നിട്ട് വൈകി എണീറ്റിട്ടുണ്ടാവുള്ളൂ. അതിനിപ്പോ എന്താണ്? ചോറും കറിയും തന്നെയല്ലേ? അത് വേണമെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ തിന്നാലോ. നീ പറ. എനിക്കിന്ന് പുട്ട് മതിയിട്ടാ കഴിക്കാൻ. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളെ. ദോശ എനിക്ക് വേണ്ട, അത് വേണമെങ്കിൽ നിന്ന് തിന്നോളി. ഉപ്പ, എനിക്കൊരു 500 രൂപ വേണം ബുക്ക് വാങ്ങാൻ. 500 രൂപ ഉമ്മാന്റെ അടുത്ത് വാങ്ങിക്കോ. ഇനിയിപ്പോ അതിന്റെ അടുത്ത് ചോദിക്കണം. എനിക്ക് 2000 രൂപ വേണം. 2000 രൂപയാ? നീ ഇപ്പൊ നിന്റെ ഉപ്പാന്റെ അടുത്ത് 500 രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? അതെ, ഇങ്ങോട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. ഞാൻ ചോദിച്ച പൈസ ഇങ്ങോട്ട് തന്നാൽ മതി. നിങ്ങൾ സമ്പാദിക്കുന്നൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത്. എന്റെ ഉപ്പ സമ്പാദിക്കുന്നതല്ലേ ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ച പൈസ ഇങ്ങോട്ട് തന്നാൽ മതി. ഓവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കും. എന്താ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ചോദിച്ച മാതിരിയാണ് വർത്താനം. ഇനി ഉപ്പാന്റെ അടുത്ത് എനിക്ക് 2000 രൂപ തന്നു എന്ന് പറയാൻ നിൽക്കണ്ട. 500 രൂപ തന്നെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. എന്താ ഈ കുട്ടി ഇങ്ങനെ? ഞാൻ ഇവളെ സ്നേഹിക്കണല്ലോ. എന്റെ സ്വന്തം മകളെ പോലെ തന്നെയല്ലേ നോക്കുന്നത്, സ്നേഹിക്കുന്നതൊക്കെ. എന്നിട്ട് ഇതുവരെയായിട്ട് അവളുടെ വായും കൊണ്ട് എന്നെ ഒന്ന് ഉമ്മാന്നും കൂടി വിളിച്ചിട്ടില്ല. എന്നാണോ ഈ കുട്ടിക്ക് ഒന്ന് ഇത്തിരി നല്ല സ്വഭാവം തോന്നുക? സാധനങ്ങളൊക്കെ നീ എടുത്തു വെക്കിട്ടാ. കണക്കൊക്കെ നോക്കിട്ടേ കടയടച്ചാ മതി. വെള്ളം. നാളെ 9:30 ആകുമ്പത്തിനും വാ, വൈകണ്ട. ശരി. ജമീല, ഒന്നുകൂടി ഇരിക്കി. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഷഹാന ഉറങ്ങിയാ? അവള് മോളിൽ പോണുണ്ടോ? 1/2 മണിക്കൂറായി. ഉറങ്ങിയിട്ടുണ്ടാവും. പാവം, അവൾക്ക് ഞാൻ 2ാമത് കല്യാണം കഴിച്ചതേ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സൂറ മരിച്ചതിൽ പിന്നെ ഞാനും 2ാമത് ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതാണ്. അവള് പെൺകുട്ടിയല്ലേ, വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് വെളിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാനൊരു ഇത്തിരി നേരം വൈകാനും കൂടി എനിക്ക് പേടിയാണ്. കാലം അങ്ങനെയാണല്ലോ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. ഒരു പെൺകുട്ടിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ പുറത്തു പോവുക? മാത്രമല്ല, അവൾക്ക് കല്യാണ പ്രായം ആയില്ലേ. അപ്പൊ അവളിനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരാൾ വേണ്ടേ. അപ്പൊ അതൊക്കെ കൊണ്ട് കുടുംബക്കാരന്റെ ഒരേ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ 2ാമത് കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ. അവൾക്ക് നിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. കാരണം അവളുടെ ഉമ്മാനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഉമ്മ മരിച്ചപ്പോ ആ സ്ഥാനത്ത് നിന്നെ കാണാനൊന്നും അവൾക്ക് പെട്ടെന്ന് പറ്റില്ല. അപ്പൊ അതൊക്കെ നീ വേണം മനസ്സിലാക്കാൻ. ഞാനിപ്പോ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല്, അവൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാണ്ട് നിന്റെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ അതൊന്നും നീ മനസ്സിൽ വെക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്.
എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം എന്താണെന്ന്. ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്തില്ല. എൻ്റെ സ്വന്തം മകളിനെ പോലെ തന്നെ ഞാൻ അവളെ നോക്കിക്കോളാം. നിങ്ങൾ ബേജാറാവണ്ട. എനിക്ക് മനസ്സിലാവും ഉമ്മയില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന്. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ മരിച്ചതാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വളർന്നത്. അപ്പോൾ ഞാൻ അവളിന് ഒരു കുറവും വരുത്തില്ല. എൻ്റെ സ്വന്തം മകളിനെ പോലെ നോക്കിക്കോളാം. നിങ്ങൾ ബേജാറാവണ്ട. അത് മതി. എനിക്കിപ്പോഴാണ് ഇത്തിരി സമാധാനമായത്. ഇനിയിപ്പോൾ ഉറങ്ങാം. ലൈറ്റ് എടുത്ത്. ആ മോളെ ഷഹാന, നീ മേലെയുണ്ടാ? ആ എന്താണ്? വരുമ്പോഴേ ആ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് വാട്ട ഉണക്കാനിട്ടത്. നല്ല കാറ്റും ഒക്കെ അപ്പുറത്തേക്കൊക്കെ പറന്നു പോവും. എന്നാലും നീ മേലെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ അതിനു വേണ്ടി വരണ്ടല്ലോ. ഒന്ന് വരുമ്പോ എടുത്തിട്ട് വാ. പിന്നെ എനിക്കൊന്നും വയ്യ എടുക്കാൻ. എന്താ പറയുമ്പോഴത്തേനും എടുത്തു കൊടുക്കലുണ്ട്. പോയി പണി നോക്ക്. അതാ നീ തുണികളൊന്നും എടുത്തിട്ട് വന്നില്ലേ? ഇനിയിപ്പോ ഇതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പോകണ്ടേ? നീ എന്തായാലും മേലെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് തുണികൾ എടുത്തിട്ട് വരാൻ പറഞ്ഞത്. തുണികളൊക്കെ ആരാ മേലെ കൊണ്ട് കണക്കാനിട്ടത്? നിങ്ങൾ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ തുണികൾ എടുത്താൽ മതി. എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാന്ന് വല്ല പരസ്യത്തിന് പൂതി ഉണ്ടെങ്കിലേ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഏറ്റെടുത്ത് നടക്കില്ല. മനസ്സിലായ? എവിടെ ഈ കുട്ടി? 5:30 കാണാനില്ലല്ലോ. എപ്പോഴും 5 മണിയാകുമ്പോഴത്തേനും എത്തുന്നതാണല്ലോ. ഇനിയിപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടാവില്ലയോ? സമയം ഒരുപാടാകണല്ലോ. എന്ത് ചെയ്യും? ഈ കുട്ടി ഇതുവരെ ഇങ്ങനെ വൈകിട്ടില്ലല്ലോ. എവിടേക്കെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അവളുടെ വാപ്പാക്ക് വിളിക്കുക, അതാ നല്ലത്. അവളുടെ വാപ്പാൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതിന് എവിടെയെങ്കിലും പോയി തരണോളൂ. വിളിക്കണ? ആകെ ബേജാറാവുമല്ലോ. മകൾ ഇത്ര നേരമായിട്ടും വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്താ വഴി? അവളുടെ കൂട്ടുകാരിയുണ്ട് അഞ്ജലി, അവൾക്ക് വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണിൽ നിന്ന് വിളിക്കുന്നതാണ്. ഹലോ, അഞ്ജലിയാണോ? മോളെ അഞ്ജലി, ഞാൻ ഷഹാനാന്റെ ഉമ്മയാണേ. ഷഹാൻ ഇത്ര നേരമായിട്ട് വീട്ടിലെത്തിയിട്ടില്ലല്ലോ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വല്ലതുണ്ടാ? ഇല്ല ആൻറ്റി, ക്ലാസ് നേരത്തെ വിട്ടല്ലോ. അതെ. ഞാൻ അവിടെ വന്നിട്ടുണ്ടാവും പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു. ഇല്ല ആൻറ്റി, വന്നിട്ടില്ല. എന്നാ ശരി മോളെ. ശരി. അവിടെയും പോയിട്ടില്ല. പിന്നെ ഈ കുട്ടി എവിടെ പോയി? സ്പെഷ്യൽ ക്ലാസ്സും ഇല്ല. ഇനി നോക്കിയിട്ട് കാര്യമില്ല. മൂപ്പനെ തന്നെ വിളിച്ച് പറയാ, അല്ലാണ്ട് ശരിയാവില്ല. വരുന്നുണ്ട്. സമാധാനം. ഇതെന്താ ഫ്രണ്ടിൽ തന്നെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ടല്ലോ. എന്താ ഷഹാൻ ഇത്ര നേരം? നിന്റെ കയ്യിലല്ലോ ഒന്ന് ഫോണുള്ളത്. ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഇവിടെ ആകെ ബേജാറായി നിൽക്കുകയായിരുന്നു ഇത്ര നേരമായിട്ടും കാണാണ്ടായിട്ട്. എന്നിട്ട് നിന്റെ കൂട്ടുകാരി അഞ്ജലിനെ ഞാൻ ഇതപ്പോ ഫോൺ ചെയ്തേ ഉള്ളൂ. അഞ്ജലി പറഞ്ഞു അവിടെ എത്തിയിട്ടില്ലാന്ന്. പിന്നെ ആകെ ബേജാറായിട്ട് ഇപ്പൊ നിന്റെ വാപ്പാനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്തിനാ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുന്നത്? വെറുതെ നാണം കെടുത്താൻ വേണ്ടിട്ട്. ഞാനത് ചെറിയ കുട്ടിയാണ്. വീട്ടിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഇടയ്ക്ക് അവന്റെയൊക്കെ വിളിച്ചിട്ട് നാണം കെടുത്താൻ വേണ്ടിട്ട്. ഞാനൊരു ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാണ് ഫ്രണ്ട്സിന്റെ കൂടെ. എന്നാ പിന്നെ നിന്റെ കയ്യിലൊന്ന് ഫോൺ ഉണ്ടല്ലോ. നീക്കൊന്ന് എന്റെ അടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞൂടെ? എന്നാ പിന്നെ ഞാൻ ഇത്ര ബേജാറാവുമോ? നിങ്ങൾ അതിനെന്തിനാ എന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണത്? നിങ്ങൾ എന്റെ സ്വന്തം ഉമ്മയൊന്നുമല്ലല്ലോ. രണ്ടാനുമ്മ തന്നെയല്ലേ. നിങ്ങളെ ഉപ്പാന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ ഒരുപാട് ഇടപെടണ്ട. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾ രണ്ടാനുമ്മ തന്നെയാണ് എനിക്ക്. എന്നെ നോക്കണ്ടെന്ന് കാണിച്ചിട്ട് ഉപ്പാന്റെ അടുത്ത് നിന്ന് സെന്റിമെന്റ് അടിക്കാനല്ലേ? അത് വേണ്ട. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.